റിസൾട്ട് ഇത് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ഇത്രയൊക്കെ എഫേർട്ട് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു രീതിയിൽ പോയി എൻ്റെ എല്ലാവർക്കും 10ാം ക്ലാസ്സിൽ ഒരു ക്രഷ് ഉണ്ടാവും അല്ലേ? അപ്പം എൻ്റെ നമുക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. റിസൾട്ട് വന്നു. റിസൾട്ടിൻ്റെ പേപ്പർ അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ നോക്കുന്നു. ഫസ്റ്റ് 2012 ഏപ്രിൽ 26 ഒരു 11:30-12 മണിക്കാണ് അന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള അബ്ദുൾ റബ്ബ് ഇവർ രണ്ടുപേരും ചേർന്നിട്ട് അന്നത്തെ നമ്മുടെ SLC റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. ശരിക്കും എൻ്റെ വീട്ടിൽ നിന്ന് TV ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ തൊട്ടടുത്തുള്ള എൻ്റെ അയൽവാസിയുടെ വീട്ടിൽ പോയിട്ട് ഇത് SLC റിസൾട്ട് പ്രഖ്യാപിക്കുകയാണ്. കാരണം നമ്മൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണല്ലോ. ആ വീഡിയോ ഒക്കെ കണ്ടു. നേരെ നമ്മുടെ നാട്ടിലുള്ള കഫേ, അന്നൊക്കെ ഇൻ്റർനെറ്റ് കഫേ എന്നാണ് നമ്മൾ ഇത് റിസൾട്ടൊക്കെ നോക്കുക. അന്ന് ഇന്നത്തെ പോലെ അത്ര മൊബൈൽ ഫോണൊന്നും എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോണൊന്നും അവൈലബിൾ ആയിരുന്നില്ല. ചെറിയ ചെറിയ ഫോണുകളുള്ള സമയം നേരെ ഇൻ്റർനെറ്റ് കഫേയിലേക്ക് പോയി റിസൾട്ട് എങ്ങനെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഫുൾ ആളുകൾ, കാരണം അന്ന് ഇൻ്റർനെറ്റ് കഫേകൾക്ക് ഏറ്റവും കൂടുതൽ ഈ പ്രിൻ്റ് പോകുന്ന സമയമാണ്, റിസൾട്ട് വരുന്ന സമയം എന്ന് പറഞ്ഞാൽ. അങ്ങനെ എല്ലാവരും അവിടെ ഭയങ്കര വരിക. അപ്പോൾ എൻ്റെ തൊട്ട അയൽവാസിനാണ് ഇതിന് നോക്കുന്ന ആൾ. അപ്പോൾ നീ ഉച്ചയ്ക്ക് ശേഷം പോരടാ, ഇത്ര തിരക്കാണ്, നമുക്ക് നോക്കിയിട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ, എന്നാലും പക്ഷേ നമ്മൾ പോവോ? ഇല്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം, കാരണം ആ ഒരു സാധനം അറിയാനുള്ള ഇതുണ്ടല്ലോ. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ പ്രകാരം ഞാനൊരു 5 A+ ഒക്കെ കിട്ടുമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചത്. ഒരു 5 A+, ഒരു 3 A, ഒരു 2 B+, അതൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഇപ്പോൾ എൻ്റെ കാൽക്കുലേഷൻ പ്രകാരം. പക്ഷേ അങ്ങനെ വെയിറ്റ് ചെയ്തു. അങ്ങനെ അവസാനം ഒരു ഉച്ചയ്ക്ക് ഒരു ഏകദേശം 2 മണിയൊക്കെയാണ് റിസൾട്ട് കിട്ടുന്നത്. പിന്നെ നെറ്റ്വർക്ക് ജാമതൊക്കെ അന്നത്തെ സ്ഥിരം പരിപാടിയാണ്. ഇന്നും അതൊക്കെ വരാനിരിക്കുകയാണ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. റിസൾട്ട് വന്നു. റിസൾട്ടിൻ്റെ പേപ്പർ അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ നോക്കുന്നു. ഫസ്റ്റ് മലയാളം ഫസ്റ്റ് A. മലയാളം ഫസ്റ്റ് A+ നഷ്ടപ്പെട്ട കഥ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം അല്ലേ? അപ്പോൾ അതെനിക്ക് A+ അവിടെ നഷ്ടപ്പെട്ടു. പിന്നെ മലയാളം സെക്കൻഡ് എനിക്ക് A+ ഉണ്ട്. പിന്നെ എനിക്ക് A+ IT. ഞാൻ ആകെ ഡൗൺ ആവും. മൈ ഗോഡ്, എൻ്റെ 5 A+ എന്ന് പറഞ്ഞ എക്സ്പെക്ടേഷൻ അവിടെ പോയല്ലോ. എനിക്ക് ആകെ 2 A+, പിന്നെ 5 A, 2 B+, 1 C എന്നിങ്ങനെയായിരുന്നു എൻ്റെ ഗ്രേഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഞാൻ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചു. കാരണം അത്ര വലിയ പഠിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. SLC പഠിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര പഠിപ്പിച്ചൊന്നുമില്ല, വളരെ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാണ്. ഞാൻ എഴുതിയുള്ള മാർക്ക് എനിക്കുണ്ടല്ലോ. ഞാൻ പ്രതീക്ഷിക്കുന്നു, അല്ലാതെ ഫുൾ A+, എത്ര A+ ഒന്നും കിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ഹാപ്പിയാണെന്നുള്ള ലെവൽ ഞാൻ ആൻസർ അല്ലെങ്കിൽ ഇത് മാർക്ക് ഷീറ്റ് കിട്ടി ഞാൻ വീട്ടിലെത്തി. പിന്നെ എനിക്ക് ഏറ്റവും വിഷമമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ റിസൾട്ട് കിട്ടി എൻ്റെ തൊട്ടടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഇവരെല്ലാം കൂടി ഒരു ഈവനിങ് ഗ്യാദർ ചെയ്ത സമയത്ത് നമ്മളെക്കാളും പഠിക്കില്ല എന്ന് നമ്മൾ വിചാരിച്ച കുറേ ആളുകൾ ഉണ്ടാവല്ലോ. നമ്മൾ ആ ഒരു സമയത്ത് നമുക്കൊരു എക്സ്പ്രഷൻ ഉണ്ടാവാം, ഇവൻ എൻ്റെ അത്ര ഒന്നും പഠിക്കില്ല. പക്ഷെ അത്തരം ഒരുപാട് ആളുകൾക്ക് നല്ല മാർക്ക് കിട്ടി. പലർക്കും ഇപ്പം എൻ്റെ ക്ലാസ്സിൽ പഠിച്ച ഒരുപാട് ആളുകൾക്ക് നല്ല മാർക്ക് കിട്ടാൻ തുടങ്ങി. ഇപ്പോൾ റിസൾട്ട് ഇത് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ഇത്രയൊക്കെ എഫേർട്ട് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു രീതിയിൽ പോയി എൻ്റെ എക്സ്പ്രഷനൊക്കെ എവിടെയൊക്കെ തെറ്റിപ്പോയല്ലോ എന്നുള്ളൊരു ഭയങ്കര വിഷമം എനിക്ക് വരാൻ തുടങ്ങി. പിന്നെ എന്നെ ഏറ്റവും വിഷമിച്ച രണ്ടാമത്തെ ഒരു ഘടകം, സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടുകാർ വല്ലതും തന്നെ അതിൽ ഇടപെട്ടില്ല. നാട്ടുകാർ, നമ്മുടെ അയൽവാസികൾ, ഈ അസോസിയേഷൻ്റെ ആളുകൾ, റെസിഡൻസ് അസോസിയേഷനൊക്കെ ഞങ്ങളെ കത്തി വരുന്ന സമയം ഇവരൊക്കെ ഈ A+ കിട്ടിയ കുട്ടികൾക്ക് മൊമെൻറ്റോസും കാര്യങ്ങളും കൊടുക്കുമല്ലോ. അപ്പോൾ എൻ്റെ തൊട്ട നെയ്ബർ ഉണ്ട്. അപ്പോൾ നെയ്ബർ വന്നിട്ട് ചോദിക്കുകയാണ്, എത്ര A+ ഞാനിങ്ങനെ 2 A+ ആണ്, 5 A. അപ്പോൾ 2 ഉള്ളല്ലേ, ഒരു 4 ഉണ്ടെങ്കിൽ എനിക്കൊരു മൊമെൻറ്റോ തരേനി. ഇതിപ്പോൾ എന്താ ചെയ്യുക? എന്നാൽ ഓക്കെ ശരി, ഇപ്പം അങ്ങ് പോയി. അത് പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമമായി. കാരണം ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും 10ാം ക്ലാസ്സിൽ ഒരു ക്രഷ് ഉണ്ടാവും അല്ലേ? അപ്പം നമുക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല മാർക്ക്, നമുക്ക് ഫുൾ A+. അപ്പം അവിടെ മുന്നിലേക്ക് നമ്മൾ ആകെ അവളൊക്കെ വലിയ മൊമെൻറ്റോ ഒക്കെ വാങ്ങാണ്, ഫ്ലെക്സിലൊക്കെ ഫോട്ടോ വരുന്നുണ്ട്, നമുക്കൊന്നുമില്ല. അപ്പോൾ ആ ഒരു മൊമെൻറ്റ് എനിക്ക് വല്ലാത്ത വിഷമം ഉണ്ടാക്കിയൊരു മൊമെൻ്റ് ആയിരുന്നു. കാരണം ചിലപ്പോൾ നിങ്ങളും ആ ഒരു ലൈനപ്പിലൂടെ പോകുന്ന ആളുകളായിരിക്കും. കാരണം അവരൊക്കെ നല്ല മാർക്ക്, അവർക്ക് മൊമെൻ്റ് കിട്ടുന്നത്, എനിക്കൊരു സാധനം കിട്ടിയില്ല. 10ാം ക്ലാസ്സിൽ പാസ്സായെന്നതിന് SLC സർട്ടിഫിക്കറ്റ് അല്ല വേറൊരു സാധനം എനിക്ക് SLC പഠിക്കുന്ന സമയത്ത് കിട്ടിയില്ല. പക്ഷെ ഞാൻ അന്ന് വിചാരിച്ചിരുന്നു, അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റിൽ ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. +1 +2 ഇനി അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന ഒരു മൊമെൻറ്റ് ശരിക്കും SLC റിസൾട്ട്. കാരണം നമ്മൾ അല്ലെങ്കിൽ നമ്മൾ എഫേർട്ട് എടുത്തതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മുടെ SLC മാർക്ക് ലിസ്റ്റ് നമ്മൾ കണ്ടത് അല്ലേ? അപ്പം അത് നമ്മൾ എഫേർട്ട് കുറവാണ്, നമ്മുടെ മാർക്ക് അതിൽ കുറവാണ്. ഇനി വരാൻ പോകുന്ന ഒരു പബ്ലിക് എക്സാമിന് അതിൻ്റെ മാർക്ക് ഷീറ്റ് കിട്ടുമ്പോൾ ഈ മാർക്ക് ഉണ്ടായാൽ പോരാ, അത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മാർക്ക് എനിക്ക് വേണമെന്നൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ SLC ഈ സമയങ്ങൾ കഴിഞ്ഞു. നമ്മൾ നേരെ എവിടേക്ക് പോയി, +1 അഡ്മിഷൻ കാര്യങ്ങളെത്തി. ഞാൻ +1 കൊമേഴ്സാണ് സെലക്ട് ചെയ്തത്.
ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ എനിക്ക്, ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ എനിക്ക് സീറ്റ് കിട്ടി, അഡ്മിഷൻ കിട്ടി. അപ്പോൾ അഡ്മിഷൻ എടുത്തു. പക്ഷെ ആ വർഷം +1 +2 ഈ 2 വർഷം ഞാൻ നന്നായി എഫേർട്ട് എടുത്ത് പഠിച്ചു. നല്ല മാർക്ക് എൻ്റെ +1 +2 എനിക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിച്ചു. പിന്നെ എൻ്റെ ബാക്കി എല്ലാ പ്രോസസ്സും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ, അതായത് +1 +2 ഞാൻ നന്നായി പഠിച്ചുകൊണ്ട് എൻ്റെ ഡിഗ്രിയും ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു, ഗവൺമെൻറ് കോളേജിൽ തന്നെ പഠിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, അത് പിന്നീട് ഞാൻ 10ാം ക്ലാസ്സോ +1 +2 പഠിക്കുമ്പോൾ മനസ്സിലാക്കിയ കാര്യമില്ല, പിന്നീട് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. അതായത് A+ന്റെ എണ്ണം കുറയുന്നതല്ല നമ്മുടെ പരാജയം എന്ന് പറയുന്നത്, പിന്നിലാവുന്നതല്ല പരാജയം, നമ്മൾ മുന്നേറാൻ ശ്രമിക്കാത്തതാണ് പരാജയം എന്ന് തിരിച്ചുവരുന്ന മൊമെന്റാണ്. അത് നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ പിന്നിലാവും. കാരണം എല്ലാവർക്കും എല്ലാ സന്ദർഭത്തിലും നമ്പർ 1 ആവാൻ കഴിയില്ല. എന്നാൽ ഈ പിന്നിലാവുന്നതിനപ്പുറത്തേക്ക് നമ്മൾ വീണ്ടും മുന്നേറാനുള്ള നമ്മുടെ ശ്രമങ്ങൾ അത് നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് പല മാർക്കായിരിക്കും SSLC. കാരണം നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന ചെറിയ മക്കളാണ്, പല കാര്യങ്ങളും അറിയുന്ന കുട്ടികളാണ്, അല്ലെങ്കിൽ അറിയാൻ തുടങ്ങുന്ന കുട്ടികളാണ്. ഇനി നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പുകൾ നിങ്ങൾ നന്നായി എഫേർട്ട് എടുക്കുക. ഒരിക്കലും നിങ്ങളുടെ ശ്രമങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, 0യിൽ നിർത്തിക്കളയരുത്. അത് ശ്രമിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ജീവിതത്തിൽ ഒരു സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യില്ല, പരാജയപ്പെടില്ല. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാൻ കാരണം, എന്നെപ്പോലെ ഒരുപാട് ആവറേജ് കുട്ടികളായിരിക്കും ചിലപ്പോൾ നിങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു മോട്ടിവേഷൻ എന്ന രീതിയിൽ നമുക്കും ഇനിയും നമ്മുടെ ശ്രമങ്ങൾ നമ്മൾ തുടർന്നു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ എന്തില്ല, ഒരു സംശയമില്ല. അപ്പോൾ നിങ്ങളുടെ SLC പഠിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ SLC മാർക്കുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. സോ ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.